ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് റെഡ് വെൽവെറ്റ് കേക്കാണ്. ഇത് 1 കിലോ വെയിറ്റ് വരുന്നൊരു കേക്കാണ്. പിന്നെ ഓവൻ ഇല്ലാതെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ നമ്മളിതിൽ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബട്ടർ മിൽക്ക് ഒന്ന് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു ബൗളിലേക്ക് 4 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. അതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് മൈദപ്പൊടിയും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ 1/4 ടീസ്പൂണിൽ താഴെ ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം. 3 തവണ നന്നായിട്ട് അരിച്ചെടുക്കണം. കൊക്കോ പൗഡർ എടുക്കുമ്പോൾ ലൈറ്റ് കളറുള്ളത് എടുക്കണം കേട്ടോ, എന്നാലേ കേക്കിന് നല്ലൊരു കളർ കിട്ടുള്ളൂ. ഇതിപ്പോൾ 3 തവണ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്ക് ടിന്നൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ബട്ടർ പേപ്പർ ഇട്ട് വെക്കാം. ഇനി നമുക്ക് മറ്റൊരു ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുക്കാം. അതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ മുട്ട നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകമാകുന്നത് വരെ ബീറ്റ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടോ, നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കതിലേക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഒരുപാട് അങ്ങ് ബീറ്റ് ചെയ്യരുത്, ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ബട്ടർ മിൽക്കിലേക്ക് കളർ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ സൂപ്പർ റെഡ് കളറാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമുക്ക് എത്രത്തോളം കളർ വേണോ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് മുട്ടയുടെ ബാറ്ററിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ബട്ടർ മിൽക്കും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാടിട്ട് കുത്തി ഇളക്കാതെ ഇതുപോലെ വേണം ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ കേക്ക് ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കേക്ക് ടിന്നിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തൊരു പാനിലേക്ക് ഒരു റിങ് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കേക്ക് ടിൻ ഇറക്കി വെച്ചിട്ട് 45 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഇത് 45 മിനിറ്റ് ആയിട്ടുണ്ട്. കേക്ക് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്തെടുത്ത് വെച്ചിട്ട് ചൂടാറാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. ഇനി ഒരു ബൗളിൽ 100 ഗ്രാം ക്രീം ചീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. ഇതുപോലെ ഒരു സ്പാച്ചിലോ അല്ലെങ്കിൽ ഒരു സ്പൂണോ കൊണ്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് സോഫ്റ്റ് ആക്കി എടുക്കാം. ഇനി നമുക്ക് ക്രീം ബീറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത ഒരു ബൗളിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലപോലെ സ്റ്റിഫ് ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ക്രീം നന്നായിട്ട് സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ക്രീം ചീസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ക്രീം അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെക്കാം. കേക്ക് ചൂടാറിയതിന് ശേഷം പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്.
ഇനി ഈ കേക്കിന് മുകളിൽ നിന്നും കുറച്ച് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. നമുക്കിത് അവസാനം ആവശ്യമുള്ളതാണ്. അതിനുശേഷം കട്ട് ചെയ്ത് മാറ്റി വെച്ച കേക്ക് പീസ് അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് പൊടിച്ച് മാറ്റി വെക്കണം. ഇനി നമുക്ക് കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ടേൺ ടേബിളിൻ്റെ മുകളിൽ കേക്ക് ബേസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ക്രീം തേച്ചിട്ട് ആദ്യത്തെ ലെയർ കേക്ക് വെച്ചതിന് ശേഷം ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പ് എല്ലായിടത്തും നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി ഇതിന് മുകളിലായിട്ട് ക്രീം തേച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ക്രീം വെച്ച് കൊടുക്കാം. ഇപ്പോൾ ലാസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന് മുകളിലായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് ക്രീം തേച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ സൈഡിലൊക്കെ ക്രീം തേച്ച് കൊടുത്തിട്ട് ക്രം കോട്ട് ചെയ്ത് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പോൾ അരമണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് കേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് മുകളിലായിട്ട് ബാക്കിയുള്ള ക്രീം തേച്ച് കൊടുത്തിട്ട് ഫിനിഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് ഒരു പാത്രം വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച കേക്ക് ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒരു അരിപ്പയിലൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ പാത്രം എടുത്ത് മാറ്റാം. അതിനുശേഷം പൈപ്പിംഗ് ബാഗിൽ ഇതുപോലെ ഒരു നോസിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ക്രീം ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള കേക്കിൻ്റെ പൊടി ഇതുപോലെ നടുക്കിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ.